ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മോളിവുഡ് ടൈംസ് റിവ്യൂലോട്ടാണ്. ഇന്നലെയാണ് പടം കണ്ടത്. ഇപ്പം ഇന്നൊരു ഔട്ട്ഡോർ ഷൂട്ടാണെന്ന് വിചാരിച്ച്, വേറെ ഒന്നുമല്ല, വീട്ടിൽ കറണ്ടും ഇല്ല, മറ്റോ ഇരുട്ടായിരിക്കില്ല, അതുകൊണ്ട് ഒരു ഔട്ട്ഡോർ ഷൂട്ടാണെന്ന് വിചാരിച്ചു. ഭയങ്കര മഴയാണ്. മഴ തീരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം. അതായത് ഇപ്പം കണ്ടോ, മരമൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടോ. അപ്പം ഇത് അപ്പുറത്ത് തോടാണ്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പോവാതിരുന്ന് ആളുകൾ നടക്കാതിരുന്ന് ഇങ്ങനെ ആയിപ്പോയതാണ്. കാട് പന്നിശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ചാണ് ഈ വെളിയോട്ട് ഇറങ്ങി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് അവസാനം വരുന്ന കാണണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡയറക്ടർ അഭിനവ് സുന്ദർ നായക്. പുള്ളി നേരത്തെ ചെയ്ത പടമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ആ പടം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പടം കൂടിയാണ്. ചുമ്മാ ഡാർക്ക് ഹ്യൂമർ ആയാലും നല്ലോണം എൻജോയ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഒരു വില്ലൻ ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറും കൂടിയാണ്. പക്ഷേ അത് നല്ല രീതിയിൽ ഒരു സൈക്കോ ക്യാരക്ടർ പോലെ വിനീത് ശ്രീനിവാസൻ ആ റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ ചെറുതായിട്ട് പിടിച്ചാണ് ഈ ഒരു പടവും, അതായത് ഈ ഒരു പടവും ചെയ്തിട്ടുള്ള മോളിവുഡ് ടൈംസ്. ഈ പടം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കൊള്ളാം. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ അല്പം കുറച്ച് ഭാഗം പാളിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ റൈറ്റ് എഴുതിയേക്കുന്നത് രാമു സുനിലാണ്. റൈറ്റിംഗൊക്കെ എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ കിഡിലിന് റൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അത് എന്തോന്ന് പറയുക, ഇൻ്റർവെല്ലാവുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു ഏകദേശം ഒരു 1 മണിക്കൂർ 15 മിനിറ്റ് അങ്ങാണ്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. അത് പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പം 1996 വെച്ചാണ് പടം തുടങ്ങുന്നത്. പിന്നെ 2000 കാണിക്കുന്നുണ്ട്. 2006, 2010, 12, 13 അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെ ചിത്രീകരിക്കുമെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല. ആ സമയത്ത് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് VCP, VCR സിനിമ കാണാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 96 VCR ഒക്കെ വന്ന സമയം. അതിന് മുമ്പ് VCP ആയിരുന്നു, വീഡിയോ കാസറ്റ് പ്ലെയർ. അത് കഴിഞ്ഞിട്ട് VCR, വീഡിയോ കാസറ്റ് റെക്കോർഡിങ്. വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നു ഒരു ഹിറ്റാച്ചിയുടെ ഒരു VCR ഉണ്ടായിരുന്നു. അതിനകത്ത് റെക്കോർഡിങ് ചെയ്യാം. അപ്പോൾ അത് കേടായതും വലിയൊരു സംഭവമാണ്. ഒരു രാത്രി കൊണ്ട് എല്ലാം കത്തി പോകേണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതൊരു കോമഡി വീഡിയോ കൂടിയാണ്. കോമഡി അല്പം ഇത് ഡാർക്ക് ഹ്യൂമർ പോലത്തെ ഒരു പരിപാടിയായിരുന്നു വീട്ടിൽ അന്ന് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ കൊച്ചിനല്ലേ, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിടാം. പക്ഷേ ഇപ്പം 2000 പിന്നെ 2000 മാറുന്നുണ്ട്. 96 ഇവരുടെ ഒരു ബേസിക് കഥ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇതൊരു സിനിമയ്ക്കകത്തുള്ള സിനിമയാകുമ്പം സിനിമ എന്ന് പറയുന്നത് പല മേഖലകൾ ആയിട്ടുള്ള സിനിമയെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ മെയിൻ ഫോക്കസ് കൊടുത്തേക്കുന്നത് റൈറ്റിങ്ങിലെ ഒരു സിനിമയ്ക്കകത്തുള്ള റൈറ്റിങ്ങിലാണ് ഇതിനകത്ത് മെയിൻ ഫോക്കസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കഥ രണ്ടാമത്തെ ഷിഫ്റ്റിലോട്ട് വരുന്നതെന്ന് പറയാൻ 2000-ലാണെങ്കിൽ ഇതിൻ്റെ നായകൻ ചെയ്തിരിക്കുന്നത് നെസ്ലൈനാണ്. നെസ്ലൈൻ ആ ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്. നെസ്ലൈനെ എനിക്ക് കുറച്ച് ദേഷ്യം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ആലപ്പുഴ ജിംഖാനയുടെ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ വന്നപ്പം ഒരു തിയേറ്ററിൽ ഒരാളുടെ അടുത്ത് ഒരു മോശമായിട്ട് പെരുമാറിയതിന് ശേഷമാണ് എനിക്ക് അയാളോടൊരു ദേഷ്യം തോന്നിയത്. പക്ഷേ ഈ പടത്തിൽ അയാൾ നെസ്ലൈൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ വിനീത് മാധവൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അത് നല്ല രീതിയിൽ അത്യാവശ്യം പുള്ളിയുടെ ഒരു മണ്ടനായിട്ടുള്ള ഒരു കാര്യം പറച്ചിലുണ്ടല്ലോ, അതല്ല ഇതിനകത്ത് അവർ പിടിച്ചേക്കുന്നത്. കൂടുതലും അത് എന്തെങ്കിലും സിനിമ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2000 വരുമ്പം നെസ്ലൈൻ്റെ വിനീത് മാധവൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അതിനകത്ത് വിനീത് മാധവൻ്റെ രണ്ട് പിള്ളേരുടെയും ആ ഒരു കാസ്റ്റിംഗ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു ഇളയ പയ്യൻ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം 2006 മാറുന്നുണ്ട്. 6 മാറുമ്പം ഈ VCR ഒക്കെ മാറി, കാസറ്റിൻ്റെ പരിപാടി മാറി, പിന്നെ CD മാറുന്നുണ്ട്. ഈ 2006 CD ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ 2006 മഴ വരുന്നു. തുടക്കം എന്ന് പറഞ്ഞാൽ 2000 തൊട്ടാണ്. 2000 എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ആണെങ്കിൽ വണ്ടിയുടെയൊക്കെ ഫ്രണ്ടിലാണ് CD കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സിനിമ കാസറ്റായിട്ട് വന്നിട്ടുള്ളത് ഞാൻ കാണുന്ന ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ദുരന്തം പടമോ CD ഇട്ട് കാണുന്ന ആദ്യത്തെ പടം ഏതെന്ന് പറയാമോ? ഒന്നാമനാണ് ഞാൻ ആദ്യമായിട്ട് CD ഇട്ട് കണ്ട ആദ്യത്തെ സിനിമ. പിന്നെ ഇതൊക്കെ ഉണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഉള്ള TVയുടെ കാണിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സൈഡിലെ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുപോലെ വീട്ടിലും ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലെ ബോക്സ് എടുത്ത് മാറ്റി നമുക്ക് പാട്ട് ഇഷ്ടമുള്ള എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നോസ്റ്റാൾജി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ ആവണം. അതൊരു ഹൊറർ ഡയറക്ടർ ആവണം. ഇപ്പം ഇതിനകത്ത് കുറേ ഡയറക്ടർമാരെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മറ്റേ ഹിന്ദിയിലൊരു ഡയറക്ടർ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ കമ്പനിയൊക്കെ ഡയറക്ഷൻ ചെയ്ത രാം ഗോപാൽ വർമ്മയൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദുരന്ത ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ രാം ഗോപാൽ വർമ്മയെ കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരെ എടുക്കുന്ന സിനിമയൊക്കെ വ്യത്യസ്തമുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഫുള്ള് കണ്ട് വെറുതെട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോടാലിപ്പടമുണ്ട്, ലക്കി ആൻഡ് ഡ്രാഗൺ ഗേൾ എന്ന് പറഞ്ഞാൽ രാം ഗോപാൽ വർമ്മ. ഒരു കോടാലിപ്പടമായിരുന്നു. പക്ഷേ എൻ്റെ ലേഡി നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ ടോട്ടലി ദുരന്തമായിരുന്നു. അപ്പം കുറേ ഡയറക്ടർമാരെ ഇതിനകത്ത്
ക്യാമിയോ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് രീതിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി പുള്ളിക്കാരൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ ഒരു രീതി തുടങ്ങുന്നതും അതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് ഇൻ്റർവെൽ നല്ല രീതിയിൽ നിർത്തിയിട്ടുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവെല്ലിൻ്റെ അടുക്കാറാകുമ്പോഴാണ് പിന്നെ അതിനകത്ത് മറ്റേ അമൽ ഡേവിസ് അതായത് സംഗീത് പ്രതാപ് ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഒരു വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ മണ്ടത്തരവും പിന്നെ അഭിനയമൊക്കെ എനിക്ക് അയാളുടെ അതായത് സംഗീത് പ്രതാപിൻ്റെ ബോറായിട്ടാണ് തോന്നിയത്. പിന്നെ അൽതാഫ് സലീമുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നെസ്ലൈൻ്റെ അതായത് വിനീത് മാധവൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ക്യാമിയോസ് വരുന്നുണ്ട്. അത് ഒരാളെ അവർ വെളി വിട്ടിട്ടുണ്ടായിരുന്നു, ബേസിൽ ജോസഫും കുറച്ച് നേരമേ ഉള്ളൂ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷിൻ്റെ റോളും തുടക്കം കുറച്ച് സമയമേ ഉള്ളൂ, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷനൊക്കെ വെച്ച് അത് നല്ല രീതിയിലാണ്. അത് കൂടുതൽ ചെയ്യാനൊന്നുമില്ല, എങ്കിലും അത് വെച്ച് നല്ലോണം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തേക്കുന്നത് ജെക്സ് ബിജോയ്, കിടില മ്യൂസിക്. കാരണം അത് നമുക്ക് കൂടുതലും BGM അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ സീനനുസരിച്ച് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതേപോലെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് വിശ്വജിത്ത് ഓടങ്കൽ എന്ന് പറയുന്ന ഒരു, ഞാൻ കേട്ടിട്ടില്ല. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അഭിനവ് സുന്ദർ നായിക്ക്, ഇതിൻ്റെ ഡയറക്ടറും പിന്നെ വേറൊരു പുള്ളിക്കാരനും കൂടെ അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. നല്ല കിടിലായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷിങ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. എല്ലാം കൂടെ കൊണ്ട് വെച്ച് നല്ല രീതിയിലുള്ള ഒരു വർക്കായിട്ടാണ് എനിക്ക് ഈ മോളിവുഡ് ടൈംസ് തോന്നിയിട്ടുള്ളത്. അല്പം ഒരു കല്ലുകടിയായിട്ടും ഇച്ചിരി പാളിയിട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത് ഒരു ഡാർക്ക് ഹ്യൂമർ എന്നുള്ള രീതിയിൽ ആസ്വദിക്കാൻ അതിനകത്തുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ മോളിവുഡ് ടൈംസ് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതേപോലെ നസ്ലൈൻ്റെ ആ ഒരു തിയേറ്ററിലെ ഒരു പെരുമാറ്റം വെച്ചാണ് ഈ പുള്ളിക്കാരനെ എത്രയങ്ങ് വെറുത്ത് പോയത്. പിന്നെ സിനിമ കാണാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിനകത്ത് പിന്നെ ആ സ്വഭാവം എന്തുവാലും പുള്ളിക്കാരൻ ഇട്ടില്ല, ഇച്ചിരി ജാടയും പരിപാടിയൊക്കെ ഉണ്ട്. അതെന്തുവാലും രക്തത്തിലുള്ള അതങ്ങനെ മാറത്തൊന്നുമില്ല. അപ്പം ഇതും സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. സിനിമ കൊള്ളാം, അയാൾ നസ്ലൈൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ഇതാണ് നമ്മുടെ പഴയ പുളിക്കടവായിരുന്നു. ആളുകളൊന്നും വരാതിരുന്ന് കാടായിപ്പോയതാണ്. അതുകൊണ്ട് അവിടെ ഇറപ്പച്ചാൽ ഉണ്ടോ, നല്ല മഴ ആയതുകൊണ്ടാണ് നല്ല ഇനി വെള്ളം കയറാനും സാധ്യതയുണ്ട്. കണ്ടോ ഇതെല്ലാം കണ്ടോ, ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ, വീട് കിടക്കുക. ഇവിടെയൊക്കെ നിൽക്കാൻ ഭയങ്കര പാടാണ്. ചില പാമ്പുകളുടെയൊക്കെ കോട്ടയാണ്, അതുകൊണ്ട് മഴയും വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വീട് പിടിക്കാൻ നോക്കാം.